കോംപ്ലക്സ് അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ലെറ്റ് എഫ് ഓഫ് സെഡ് ബി അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി ആൻഡ് ലെറ്റ് സി ബി എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈങ് എൻറ്റയർലി വിത്തിൻ ഡി. If z0 is any point within C, then f of z0 equal to 1 by 2 pi r times integral over C f of z by z minus z0 dz. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയിലെ അസംഷൻസ് നോക്കൂ. നമുക്കൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി ഉണ്ട്. അതിനകത്ത് അനലിറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഉണ്ട്. ഞാൻ പിക്ചോറിയൽ ഇവിടെ അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ ഡി. ഓക്കെ, ഈ ഡിയിൽ ഇതൊരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനാണ്. ഇതിനകത്ത് അനലിറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് നമ്മുടെ എഫ് ഓഫ് സെഡ്. ഓക്കെ, ഇനി ഡിക്ക് ഉള്ളിൽ മുഴുവനായിട്ട് കിടക്കുന്ന ഒരു കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. സി ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈങ് എൻറ്റയർലി വിത്തിൻ ഡി. ഡിക്ക് പുറത്തേക്ക് പോകുന്നില്ല സി. അതായത് ഈ ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റിയുടെ അകത്ത് തന്നെയാണ്, അനലിറ്റിക് ആവുന്ന റീജിയൻ അകത്ത് തന്നെയാണ് സി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സി എന്ന് പറയുന്ന കോണ്ടൂറിലും സിയുടെ ഉൾവശത്തുമൊക്കെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിക്കകത്ത് ഒരു പോയിൻ്റ് എടുക്കുന്നു, Z0. ആ Z0 എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by 2 pi r ടൈംസ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് Z0 dz ആയിരിക്കും. ഓക്കെ, അതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത്. അതായത് ഈ സി എന്ന് പറയുന്ന, അപ്പോൾ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മളോട് പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ആക്ച്വലി എഫിൻ്റെ സിയിലുള്ള ഇൻഫർമേഷൻ മതിയാകും. മൊത്തം ഡിയിലുള്ള ഇൻഫർമേഷൻ വേണമെന്നില്ല. സി എന്ന് പറയുന്ന ഈ കോണ്ടൂറിലുള്ള ഫംഗ്ഷൻ്റെ ഇൻഫർമേഷൻ മാത്രം അറിഞ്ഞാൽ ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല പറയുന്നത് അതിനെ 1 by 2 pi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആക്ച്വലി എന്ത് തന്നെ ആയിരിക്കും? Z0ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ സിയിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിയിലില്ലാത്ത പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും. അനലിറ്റിക് ഫംഗ്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. ഓക്കെ, ഇഫ് എഫ് സെഡ് ഈസ് അനലിറ്റിക്, then by knowing the values of f of z on a simple closed contour C, we can determine the value of the function at a point not on C. സിയിലില്ലാത്തൊരു പോയിൻറ്റിൽ നമുക്കതിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ പോയിൻ്റ് എന്ന് പറയുന്നത് സി എൻക്ലോസ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയെ നമുക്കൊന്ന് തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. നോക്കൂ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് Z0 dz വിൽ ബി ഈക്വൽ ടു 2 pi r ടൈംസ് എഫ് ഓഫ് Z0. ഈ ഫോർമുല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവുന്നത്? നമുക്ക് Z0ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അറിയാം എങ്കിൽ, നേരത്തെ തന്നെ നമുക്കറിയാമെങ്കിൽ അതറിയാൻ പറ്റും. കാരണം എഫ് എന്ന് പറയുന്നത് ഒരു ഫോർമുല വഴി എക്സ്പ്രസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് Z0ലുള്ള വാല്യൂ അറിയാമല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ Z0ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ നമുക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് Z0ൻ്റെ 2 pi r ടൈംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ആണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ പ്രത്യേകത കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഈ സി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. ഈ ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷൻ ഒരു റേഷ്യോ ആണ്. അതിൻ്റെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനലിറ്റിക് ആണ്. എവിടെ അനലിറ്റിക് ആണ്? വിത്തിൻ ആൻഡ് ഓൺ സി. സിയിലും സിയുടെ ഉൾവശത്തും. കാരണം സി എന്ന് പറയുന്ന സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ എവിടെ എടുത്തിരിക്കുന്നത്? നമ്മൾ ഈ സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്താണ്. അവിടെ എഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ എഫ് സെഡിൻ്റെ അനലിറ്റിസിറ്റി ഇവിടെ സിയിലുണ്ട്, സിയുടെ ഉൾവശത്തുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ റേഷ്യോയിലുള്ള ന്യൂമറേറ്റർ ഫംഗ്ഷൻ must be an analytic function within and on C, where C is a simple closed contour. Then value of this contour integral will be equal to 2 pi I into f of Z0 ആയിരിക്കും. ഇനി നോക്കൂ, ഈ Z0 സിയുടെ ഉള്ളിലല്ലെങ്കിൽ എന്താ സംഭവിക്കുക? Z0 സിയുടെ ഉള്ളിലില്ല, Z0 വെളിയിൽ എവിടെയോ ആണ്. ദിസ് ഇസ് നമ്മുടെ സി, ഇതാണ് Z0 എന്ന് പറയുന്ന പോയിൻ്റ് പുറത്താണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഈ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് Z0 dz വാല്യൂ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0, ബിക്കോസ് ഈ സിയുടെ ഉൾവശത്ത് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എഫ് സെഡ് ബൈ സെഡ് മൈനസ് Z0 എന്ന് പറയുന്ന റേഷ്യോയും എന്ത് തന്നെയാണ്? അനലിറ്റിക് ആണ്. കാരണം
ഈ റേഷ്യോ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ മാത്രമേ അനലിറ്റിക് അല്ലാതെ വരുന്നുള്ളൂ. ഡിനോമിനേറ്റർ 0 ആകുന്ന പോയിൻ്റ് ഏതാണ്? Z0 ആണ്. Z0 ആണെങ്കിൽ ഈ സിയുടെ ഉൾവശത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? FZ/Z-Z0 എന്ന് പറയുന്നത് സിയുടെ ഉള്ളിൽ അനലിറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ കോഷി ഗുർസ തിയറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ 0 ആണെന്ന്. എപ്പോൾ Z0 സിയുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ, സിക്ക് പുറത്താണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കോഷിസ് ഇൻ്റഗ്രൽ ഫോർമുല ഡീൽ ചെയ്യുന്ന കേസ് Z0 എന്ന് പറയുന്ന ഈ പോയിൻ്റ് വിത്തിൻ സി ആകുമ്പോഴാണ്. If Z0 is a point within C, then value of this contour integral will be equal to 2 pi I times f of Z0. Okay. So we have the following remark. From Cauchy's integral formula, we can deduce the following. If f of z is analytic within and on a simple closed contour C, and if Z0 is a point within C, then contour integral of f of z by z minus Z0 dz equal to 2 pi I times f of Z0. Okay. അപ്പോൾ ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2 pi I ഇൻറ്റു എഫ് ഓഫ് Z0 ആകും. എപ്പോൾ ന്യൂമറേറ്റർ ഫംഗ്ഷൻ എഫ് സെഡ് ഈസ് അനലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ സി. ഈ സി എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരിക്കണം. Z0 എന്ന് പറയുന്നത് സിയുടെ ഉള്ളിലുള്ള പോയിൻ്റ് ആയിരിക്കണം. സിയുടെ ഉള്ളിലല്ല പുറത്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫംഗ്ഷൻ്റെ ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിരിക്കും അക്കോർഡിംഗ് ടു കോഷീസ് തിയറം. Remark 2. Cauchy's integral formula indicates that values of an analytic function f at points inside a simple closed contour C are determined by the values of f on the contour C. ഓക്കെ, അതായത് ഫംഗ്ഷൻ്റെ സി എന്ന് പറയുന്ന സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ വാല്യൂസ് ഓഫ് എഫ് ഓൺ ദ കോണ്ടൂർ സി. സിയിലുള്ള കോണ്ടൂർ, സി എന്ന് പറയുന്ന കോണ്ടൂറിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡിലുള്ള പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോഷ്യസ് ഇൻ്റഗ്രൽ ഫോർമുല തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ ഫോർമുലയുടെ റൈറ്റ് സൈഡ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് സെഡ് ബൈ സെഡ് മൈനസ് Z0 dz എടുത്തു. അതിൽ ന്യൂമറേറ്ററിനെ ഒന്ന് റീറൈറ്റ് ചെയ്തു. ന്യൂമറേറ്ററിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. ചേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് Z0 എന്ന് പറയുന്ന വാല്യൂ, Z0ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തു. സോ ദർ ഇസ് നോ ചേഞ്ച് ഓൺ ദി ന്യൂമറേറ്റർ. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് സബ്ട്രാക്റ്റഡ് ആൻഡ് ആഡഡ്. ഓക്കെ, സോ ഇത് എന്ത് തന്നെയാണ്? എഫ് ഓഫ് സെഡ് തന്നെയാണ്. എഫ് ഓഫ് സെഡിനെ ഒന്ന് റീറൈറ്റ് ചെയ്തു ന്യൂമറേറ്ററിനെ. ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. രണ്ട് ഇൻ്റഗ്രലായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് എ സം ഈക്വൽ ടു സം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ്. സോ ഇതിനെ രണ്ട് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് Z0 ബൈ സെഡ് മൈനസ് Z0ൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ പ്ലസ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് Z0 ബൈ സെഡ് മൈനസ് Z0 dz. ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ. സി എന്ന് പറയുന്നത് നമ്മൾ ഉള്ളത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ബിക്കകത്താണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. ഇതിൻ്റെ ഉൾവശത്താണ് Z0 ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സോ ലെറ്റ് മീ ഡ്രോ വൺസ് അഗെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആ ചിത്രം ഒന്നുകൂടെ വരച്ചു. ഡി എന്ന് പറയുന്ന സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ, അതിനകത്ത് സി എന്ന് പറയുന്ന സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, ആ കോണ്ടൂറിനുള്ളിലാണ് Z0 എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി Z0 സെൻറ്ററായിട്ട് നമുക്കൊരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ആ സർക്കിള് ഫുള്ളായിട്ട് സിയുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന രീതിയിൽ. ഓക്കെ, സോ ദിസ് ഇസ് ഐ കോൾ ഇറ്റ് ആസ് C1. ഓക്കെ, സോ വാട്ട് ഈസ് C1? സോ ലെറ്റ് C1 be a circle centered at Z0 such that C1 lies entirely within C. Okay, within C means inside of C. സിക്കുള്ളിൽ ആണ് മുഴുവനായിട്ട് കിടക്കുന്നുണ്ട് C1. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സിയിലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രലിനെ നമുക്ക് എന്ത് ചെയ്യാം? C1ലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രലായിട്ട് ഡിഫോം ചെയ്യാം. കാരണം ഈ സിക്കും C1നും ഇടയ്ക്കുള്ള ഈ പോർഷൻസിൽ ഈ എഫ് സെഡ് മൈനസ് എഫ് ഓഫ് Z0 ബൈ സെഡ് മൈനസ് Z0 എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. കാരണം ഈ റേഷ്യോ അനലിറ്റിക് അല്ലാതെ വരുന്നത് എവിടെ മാത്രമാണ്? Z0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമാണ്. അപ്പോൾ Z0 എന്ന് പറയുന്ന പോയിന്റ് പക്ഷേ ഈ സിക്കും C1നും ഇടയ്ക്കുള്ള റീജിയനിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന കോണ്ടൂറിനെ എനിക്ക് C1 എന്ന് പറയുന്ന കോണ്ടൂറിലുള്ള ഇൻ്റഗ്രേഷനായിട്ട് ഡിഫോം ചെയ്തെടുക്കാം.
Therefore, by deformation of path, by deformation of contour, by the principle of deformation of contours, we have integral over c f of z minus f of z naught by z minus z naught dz will be equal to integral over c1, and integral over c of this function is also equal to integral over c1. അതായത് സിയിലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷനെ നമുക്ക് സി വണ്ണിലൂടെയുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം അക്കോർഡിംഗ് ടു ഡിഫോമേഷൻ പ്രിൻസിപ്പിൾ. ഇവിടെ സി വൺ എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു കോണ്ടൂറാണ്. വാട്ട് ഇസ് ദാറ്റ്? സർക്കിളാണ്. സർക്കിളിലൂടെയുള്ള ഇൻ്റഗ്രേഷൻ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളാണ് താനും. ഓക്കെ, ഇനി നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളിലൂടെ ഈ കോണ്ടൂറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻ്റഗ്രൽ വാല്യൂ 0 വരുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കാം. അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസും കൂടെയാണ് അല്ലേ. ഓക്കെ, സോ വി ക്യാൻ ആർഗ്യൂ ഇൻ ദാറ്റ് വേ. Since f is analytic, since fz is analytic, comma, it must be continuous, right? It must be continuous. Okay. Therefore, for positive epsilon, there exists for a given positive epsilon. Okay, so for a given positive epsilon, there exists a delta, there exists a delta positive such that modulus of f of z minus f of z naught less than epsilon whenever mod z minus z naught less than delta. Okay, less than delta, right? ഇത് കണ്ടിന്യൂറ്റിയുടെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷനാണ്. അതായത് സെഡും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയേക്കാളും ചെറുതാണെങ്കിൽ എഫ് സെഡും എഫ് ഓഫ് സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോണിനേക്കാളും ചെറുതാക്കാൻ നമുക്ക് കഴിയും. So, this is epsilon delta definition for continuity. Okay. So, for every positive epsilon, I can find a delta positive such that this inequality is called, that is modulus of f of z minus f of z naught less than epsilon whenever mod z minus z naught less than delta. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z നോട്ടിനോട് അടുക്കുന്തോറും എഫ് ഓഫ് സെഡിൻ്റെ വാല്യൂ എഫ് ഓഫ് സെഡ് നോട്ടിനോട് അടുത്തടുത്ത് വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ അസ്യൂം ചെയ്യാം. ഈ സി വൺ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഡെൽറ്റയെക്കാളും ചെറുതായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, നൗ ചൂസിങ് the radius of C1 to be less than delta, say to be delta by 2, okay, to be delta by 2, which is of course less than delta. Okay, അപ്പോൾ നമ്മൾ സി വൺ എന്ന് പറയുന്ന സർക്കിൾ, ദിസ് ഇസ് സി വൺ, അത് സെൻറ്റർ സെറ്റ് നോട്ടാണ്. അതിൻ്റെ റേഡിയസ് എത്ര ആയിട്ട് എടുത്തിരിക്കുന്നത്? ഇപ്പോൾ ഡെൽറ്റ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ സി വണ്ണിലൂടെയാണ് നമ്മൾ ഈ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് കേട്ടോ. ഈ സി വണ്ണിലൂടെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? ഇതിനകത്തുള്ള പോയിൻറ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് ഏത് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും അവരുടെ അബ്സല്യൂട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റയെക്കാളും ചെറുതായിരിക്കും. ഓക്കെ, കാരണം മാക്സിമം ഡെൽറ്റ ബൈ 2 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോഡുലസ് ഡിഫറൻസ് ലെസ് ആൻ എപ്സിലോൺ ആയിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി വൺ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഡി സെഡ്, നമുക്ക് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ വാല്യൂട്ട് ചെയ്ത് നോക്കാം. ദിസ് വിൽ ബി ഈക്വൽ ടു, ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി വൺ അല്ലേ, മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് മൈനസ് f of z naught by z minus z naught dz. അതായത് എം എൽ ഇനീക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഇതിനെ എന്തെന്ന് എഴുതാം? ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ എന്നെഴുതാം. ബൈ എം എൽ ഇനീക്വാളിറ്റി what is m here? Here m equal to
ഹിയർ എം ഈക്വൽ ടു എം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ മാക്സിമാണ് അല്ലേ, ഇതിൻ്റെ ഒരു ബൗണ്ടാണ്. ഹിയർ എം നമുക്ക് കൗണ്ട് ചെയ്യാം, അതൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട്, ഇതിൻ്റെ മോഡുലസ് വാല്യൂ C1 പോകുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod C. So this is equal to mod f of z minus f of z naught divided by mod z minus z naught. കാരണം ഒരു റേഷ്യോൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസുകളുടെ റേഷ്യോ ആണല്ലോ, ന്യൂമറേറ്ററിൻ്റെ മോഡുലസ് ബൈ ഡിനോമിനേറ്ററിൻ്റെ മോഡുലസ്. പക്ഷേ ന്യൂമറേറ്റർ മോഡുലസ് മോഡ് എഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് ലെസ് ആൻഡ് എപ്സിലോൺ ആണ്. കാരണം ഇവിടെ സെഡും സെഡ് നോട്ടും ഒക്കെ കിടക്കുന്നത് എവിടെ, C1ലും C1ൻ്റെ ഉള്ളിലുമാണ്. സെഡ് നോട്ട് C1ൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. സെഡ് എവിടെ കിടക്കുന്നത്, C1ലാണ്. അപ്പോൾ C1ലുള്ള ഏതൊരു പോയിൻറ്റും സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റയേക്കാളും താഴെയാണ്. കാരണം അത് റേഡിയസ് ഡെൽറ്റ ബൈ 2 ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴെല്ലാം എഫ് സെഡും എഫ് ഓഫ് സെഡ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ വരും. സോ ദ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ഈസ് മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2. നമ്മുടെ അസംഷൻ പ്രകാരം അത് റേഡിയസ് ആണ്, ഡെൽറ്റ ബൈ 2 ആണ് ഇതിൻ്റെ റേഡിയസ്. സോ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2 ആണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ ഡെൽറ്റ ബൈ 2. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ന്യൂമറേറ്റർ ലെസ് ദാൻ എപ്സിലോൺ ആണ്, കാരണം ഇവിടെ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2 ആണ്. ഡെൽറ്റ ബൈ 2 ഡെൽറ്റയെക്കാളും ചെറുതായതുകൊണ്ട് അപ്പോൾ ഈ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോഴെല്ലാം ഈ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ വരും. അപ്പോൾ ന്യൂമറേറ്റർ will be less than epsilon and denominator is precisely equal to delta by 2, that is equal to 2 by delta epsilon. കാരണം ബൈ ഡെൽറ്റ ബൈ 2നെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഈ എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഇതായിട്ട് എടുക്കാം. ഓക്കെ, സോ therefore m can be taken as 2 epsilon by delta. Now what about L? Next, value of L is the length of the contour C1. Okay, length of C1, but C1 is the, what is C1? C1 is the circle with the radius delta by 2. So what is length of C1? Length of C1 will be equal to perimeter of C1, that is 2 pi r, that is 2 pi into r is the radius, that is delta by 2, that is pi into delta, right? So length of C1 will be equal to pi delta. Therefore modulus of integral over C1 f of z minus f of z naught divided by z minus z naught dz, ഇത് ML inequality പ്രകാരം എന്ത് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം വാല്യൂ is 2 epsilon by delta into L value pi delta. ഇവിടെ ഡെൽറ്റ ക്യാൻസൽ ചെയ്ത് പോയി, that is equal to 2 pi epsilon എന്ന് കിട്ടും. So for every positive epsilon this quantity is less than or equal to 2 pi epsilon. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടുള്ള പോസിറ്റീവ് നമ്പറാണ്. ഇത് ചെറുതായി വരുന്തോറും 2 pi, ഈ എപ്സിലോണിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടിറ്റി റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റി ചെറുതായി വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഈ ക്വാണ്ടിറ്റി 0 ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സിൻസ് എപ്സിലോൺ ഈസ് ആർബിട്രറി, since epsilon positive is arbitrary, we can conclude that integral over C1 f of z minus f of z naught divided by z minus z naught dz is equal to 0. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോണ്ടൂർ ഇൻ്റഗ്രേഷൻ നമ്മൾ 2 കോണ്ടൂർ ഇൻ്റഗ്രലായിട്ട് സം ചെയ്തിരുന്നു. അതിൽ ആദ്യത്തെ കോണ്ടൂർ ഇൻ്റഗ്രൽ 0 ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. Now what about the second കോണ്ടൂർ ഇൻ്റഗ്രൽ, നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇൻ്റഗ്രൽ ഓവർ C f of z naught divided by z minus z naught dz-നെ നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇതിനെ ഇൻ്റഗ്രൽ ഓവർ C1 ആക്കിയിട്ട് നമുക്ക് ചെയ്യാം, ഡിഫോം ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ്, ഇവിടെ എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, സ്കെയിലർ ആണ്. സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ് ഓഫ് ദി കോണ്ടൂർ ഇൻ്റഗ്രൽ. സോ എഫ് ഓഫ് സെഡ് നോട്ട് ടൈംസ് ഇൻ്റഗ്രൽ ഓവർ C1
1 by z minus z naught dz എന്ന് എഴുതാം. ഓക്കെ, ബിക്കോസ് എഫ് ഓഫ് z naught ഈസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രലാണ്. 1 by z minus z naught dz എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 pi i. ഓക്കെ, ബിക്കോസ് C1 ഈസ് സർക്കിൾ. സോ എഫ് ഓഫ് z naught ഇൻറ്റു 2 pi i, because it is a standard value using the formula integral over C1 1 by z minus z naught dz is 2 pi I, because what is the reason for this? Because C1 is a circle centered at z naught. Okay, z naught സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ് C1. അപ്പോൾ z naught സർക്കിൾ സെൻറ്റർ ആയിട്ടുള്ള ഏത് സർക്കിളിലൂടെ കോണ്ടൂർ ഇൻറ്റഗ്രേഷൻ 1 by z minus z naught പെർഫോം ചെയ്ത് കഴിഞ്ഞാലും we will get 2 pi I as the answer. Okay, so the second integral 2 pi I times f of z naught. അപ്പോൾ ഇതോടുകൂടി നമുക്ക് അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി എന്ന് കാണാൻ പറ്റും. അതായത് ഇതിനെ നമുക്ക് ആവശ്യമുള്ള കോണ്ടൂർ ഇൻ്റഗ്രലിനെ രണ്ട് കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇതിൽ ആദ്യത്തെ കോണ്ടൂർ ഇൻ്റഗ്രൽ 0 ആണ്, രണ്ടാമത്തെ കോണ്ടൂർ ഇൻ്റഗ്രൽ 2 pi I ഇൻറ്റു എഫ് ഓഫ് z naught. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാം? Therefore, equation 2 gives that integral over C f of z by z minus z naught dz equal to ആദ്യത്തെ ഇൻ്റഗ്രൽ 0 ആയിട്ട് പോയി, രണ്ടാമത്തെ ഇൻ്റഗ്രൽ 2 pi I ടൈംസ് എഫ് ഓഫ് z naught. ഇത് തന്നെയാണ് നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഓഫ് z naught ഈക്വൽ ടു 1 by 2 pi I integral over C f of z divided by z minus z naught dz. Okay, so this is the proof of Cauchy's integral formula. ഇനി നമുക്ക് Cauchy's integral formula ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാം. അത് അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.